നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ. ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ്. സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കർക്കിടക മാസത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. ആ മാസത്തിനുമുണ്ട്, ആ മാസത്തിൽ വരുന്ന ദിനങ്ങൾക്കുമുണ്ട്. നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് മിഥുനമാസം 32-ാം തീയതി 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ചയാണ്. അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:40 കൂടിയാണ്. 11:40 മണിക്കാകുന്നു കർക്കിടക രവി സംക്രമം. മിഥുനത്തിൽ നിന്നും സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകത്തിൽ സൂര്യൻ അത്ര ശക്തനല്ല, ദുർബലമാണ്. സൂര്യൻ്റെ ആശ്രയഫലമൊക്കെ പറഞ്ഞിരിക്കുന്നത് അത്ര നല്ലതല്ല. കുളീരെ തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശിച്ച് സംയുജ്യത. കുളീരെ കർക്കിടകത്തിൽ തീഷ്ണനാവുക, തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക, അസ്വഹ ദരിദ്രനാവുക, പരകാര്യകൃത്ത് മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കുന്നൊരവസ്ഥ, ശ്രമവധ ക്ലേശിച്ച് സംയുജ്യത അങ്ങേയറ്റം യജ്ഞിക്കുക, വധക്ലേശങ്ങൾ അങ്ങേയറ്റം ക്ലേശങ്ങൾ ഉണ്ടാവുക, ചില സൊസൈറ്റി സമൂഹത്തിന് നിരക്കാത്ത പല കാര്യങ്ങളിലും അറിയാതെ വ്യാപൃതനാവുക, തിന്മയിലേക്ക് നയിക്കപ്പെടുക, അതൊക്കെയാണ് വധക്ലേശം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നല്ലൊരു ഫലമല്ല കർക്കിടകത്തിലെ സൂര്യന്. ഒരു മാസക്കാലം കർക്കിടകം 31 ദിവസമുണ്ട്. ഈ കർക്കിടക മാസത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു അയന പരിവർത്തനമുണ്ട്. ഇതുവരെ മകരം 1-ാം തീയതി മുതൽ മിഥുനമാസം 32-ാം തീയതി വരെ സൂര്യൻ ഉത്തരായനത്തിലായിരുന്നു. ഇപ്പോഴത്തെ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്തരായനം സൂര്യൻ്റെ ഉച്ചക്ഷേത്രം, സൂര്യൻ ബലവാനാകുന്ന രാശിയാണ്. ദക്ഷിണായനത്തിൽ സൂര്യൻ പ്രായണ ദുർബലമായി വരികയാണ്. സൂര്യൻ തൻ്റെ സ്വന്തം അങ്ങേറ്റം നീചക്ഷേത്രമായ തുലാൻ രാശിയിലേക്കൊക്കെ വരുന്നത് ഏത് അയനത്തിലാണ്? ദക്ഷിണായനത്തിലാണ്. ഉത്തരായനത്തിൽ ജനിച്ചാൽ പ്രഭാവം വളരെ കൂടും. ദക്ഷിണായനത്തിൽ അങ്ങേറ്റം പ്രഭാവം കാണാറില്ല എന്നാണ് ആചാര്യർ പറയുന്നത്. പക്ഷേ ആ ദക്ഷിണായനത്തിലും ചിങ്ങമാസം സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. ചിങ്ങത്തിൽ ആദ്യത്തെ 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഏതാണ്ട് ആശ്രയിച്ചിരിക്കുന്ന രാശി, ഇതുമായി ബന്ധപ്പെട്ടാണ് നാം ജ്യോതിഷത്തിൽ ശുഭാശുഭ ഫലങ്ങളെ നിരൂപണം ചെയ്യുക. ഇവിടെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ദക്ഷിണകാലത്തിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം 1-ാം തീയതി മുതൽ ധനുമാസം 30-ാം തീയതി വരെയുള്ള 6 മാസക്കാലം 180 ദിവസം. ഒന്നാമത്തെ വിശേഷം ദക്ഷിണായന മാസത്തിൻ്റെ ആരംഭമാണ്. അടുത്തതായി ഈ മാസത്തിലെ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കർക്കിടക മാസം 3-ാം തീയതി, അതായത് ജൂലൈ മാസം 19-ാം തീയതി ഷഷ്ടി വ്രത ദിനമാണ്. ഷഷ്ടിയാണ്, സുബ്രഹ്മണ്യൻ്റെ ഷഷ്ടി വ്രതമെടുക്കേണ്ട ദിനമാണെന്ന് അറിയുക. സ്കന്ദഷഷ്ടി ദിനമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 10 ദിനം കഴിഞ്ഞാൽ കർക്കിടകം 13-ാം തീയതി, അതായത് ജൂലൈ മാസം 29-ാം തീയതി പൗർണമിയാണ്. വ്യാസ പൗർണമിയായി ഭാരതമെങ്കും സവിശേഷം ആചരിക്കപ്പെടുന്നു. കർക്കിടക മാസത്തിലെ പൗർണമി ദിനം വ്യാസ പൗർണമി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം വരുന്നത് കർക്കിടക മാസം 27-ാം തീയതി, അതായത് ആഗസ്റ്റ് മാസം 12-ാം തീയതി. കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട പിതൃതർപ്പണത്തിനുള്ള ഏറ്റവും സവിശേഷമായ കറുത്ത ഭാവമാണ്. കർക്കിടക മാസത്തിലെ കറുത്ത ഭാവമാണ്. അതാണ് നാം പിതൃതർപ്പണത്തിനായി നാം സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനം. ഈ 12 മാസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കറുത്ത ഭാവ് കർക്കിടക മാസത്തിലെ കറുത്ത ഭാവമാണ്. പിതൃതർപ്പണത്തിന് ലോകം മുഴുവനും, ഭാരതത്തിലെ എല്ലാ ഹിന്ദു മത അനുയായികളും വളരെ ഏകാഗ്രതയോടുകൂടി ധ്യാനനിമഗ്നനായി ഒരാഴ്ച മുമ്പേ തന്നെ വ്രതാനുഷ്ഠാനങ്ങളുടെ ശാകാഹാരികളായി മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും തൻ്റെ പിതൃകർമ്മത്തിന് വേണ്ടി തയ്യാറാകുന്ന അസുലഭമായ ഒരു ദിനമാകുന്നു അമാവാസി. കർക്കിടക മാസത്തിലെ അമാവാസി അത് വരുന്നത് ആഗസ്റ്റ് മാസം 12-ാം തീയതി. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ദിവസം കർക്കിടക മാസത്തിലെ നാഗചതുർത്ഥിയാണ്. വെളുത്തപക്ഷത്തിലെ കർക്കിടക മാസത്തിലെ ചതുർത്ഥി നാഗചതുർത്ഥി എന്ന് പറയും. അത് വരുന്നത് കർക്കിടകം 31-നാണ്. കർക്കിടക മാസം 31 ദിനങ്ങളുണ്ട്. 31-ാമത്തെ അന്ത്യദിനം, അതായത് ആഗസ്റ്റ് മാസം 16-ാം തീയതി. അന്ന് തന്നെ മറ്റൊരു സവിശേഷതയുണ്ട്. അന്ന് അത്ത നക്ഷത്രമാണ്. അന്ന് അത്തച്ചമയത്തിനുള്ള അത്തപ്പൂക്കൾ
ഇടേണ്ടുന്ന ഓണത്തിന് വേണ്ടിയുള്ള അത്തപ്പൂക്കൾ ഇടേണ്ടുന്ന ദിനത്തിൻ്റെ ആരംഭവും ആഗസ്റ്റ് 16-ാം തീയതിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കർക്കിടക മാസത്തിൻ്റെ സവിശേഷങ്ങളായ ദിനങ്ങളെപ്പറ്റി ധാരണയിലെത്തുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏവർക്കും സുശോഭനമായ ഒരു കർക്കിടക മാസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.